ഹലോ, ഞങ്ങളെ ചൂണ്ടയിടാൻ വേണ്ടി പോവാ. സൗണ്ട് ഒന്നുമില്ലേ? ഞങ്ങളെ ചൂണ്ടയിടാൻ പോവാണ്. കുറെ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ്, പറ്റാറില്ല. ഇന്നിപ്പോ കെട്ടിയോണി ലീവ് കിട്ടിയ കാരണം കെട്ടിയോനെ കൊണ്ട് പോകും. സൗണ്ട് ഒന്നുമില്ല. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നട്ടുച്ചയ്ക്കാണ് പോണത്. ഫേവറിൽ എടുക്കാന്ന് വിചാരിച്ച, പക്ഷേ കാലത്ത് പ്ലാൻ ചെയ്താണ് പോവാന്ന്. ഈ സമയമായി, അതുകൊണ്ട് ഫേവറിൽ എടുത്തില്ല. എല്ലാവരും കൊണ്ടിരിക്കുന്നത് ഒരു കുളത്തിലേക്കാണ് കേട്ടോ പോണത്. ഇതാണ് നമ്മൾ മീൻ പിടിക്കാൻ വന്നേക്കുന്ന സ്ഥലം. അങ്ങനെ നമ്മളിതാ ചൂണ്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഫസ്റ്റ് എനിക്ക് തന്നെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ അപ്പച്ചനോട് പറയുമ്പോൾ എനിക്ക് വേഗം ചൂണ്ടയാകുമ്പോൾ ഇരേനൊക്കെ കോർത്ത് തന്നു കേട്ടോ. നിറച്ച് ചണ്ടിയാണ്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ മീനുണ്ടോയെന്ന് പോലും അറിയില്ല, പക്ഷെ അപ്പം പറഞ്ഞ് മീനുണ്ടെന്ന്. അങ്ങനെ നമ്മളവിടെ കുറേ നേരം നോക്കി നിന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല ഗൈസ്. അങ്ങനെ എന്താണ്, നമ്മുടെ ശ്രമം വിഫലമായി. നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വണ്ടി കയറി വേഗം തന്നെ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ വെച്ച് പിടിച്ചു കിട്ടുക. ഇതാണ് അടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു കുളം തന്നെയാണ്. അപ്പോൾ ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം, ഇഷ്ടം പോലെ മീൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എന്താ പറയുക, നമ്മുടെ ഒരു മീനൊന്നും കൊത്തണ്ടായിരുന്നില്ല. പക്ഷേ ജിജേനായി തന്നെ ഒരു മീനെ കിട്ടി, അത് കുപ്പിയിലിട്ടതാ. അടുത്തത് അപ്പച്ചന് ഒരു കുഞ്ഞ് മീൻ കിട്ടി. എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. എന്നാലും ഞാൻ എൻ്റെ ശ്രമം പരാജയപ്പെട്ടതായിട്ട് ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. കാരണം എൻ്റെ മനസ്സതിന് എന്താ പറയുക, മനസ്സ് സമ്മതിച്ചില്ല എന്നൊക്കെ പറയില്ലേ, നമ്മൾ തോൽക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ വീണ്ടും വീണ്ടും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണാവോ, മീനൊക്കെ മീനിൻ്റെ ജീവനാണല്ലോ വലുത്. നമുക്ക് മീനാണെന്നുണ്ടെങ്കിൽ മീൻ വലുത് മീനിൻ്റെ ജീവനാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ ശ്രമവും പാളി നമ്മളിതാ തിരിച്ചു പോരുകയാണ്. ഇന്നത്തെ ക്യാമറാമാൻ നമ്മുടെ ജോയ് തന്നെയാണ് കേട്ടോ, എൻ്റെ അസിസ്റ്റൻ്റാണ്. ജോയിനയ്ക്ക് ഭയങ്കര ആഗ്രഹം മീൻ പിടിക്കാൻ പോകണം എന്നുള്ളത്. നമ്മൾ തിരിച്ചു പോകുന്നു. അങ്ങനെ ഒന്നും കിട്ടാണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. പിന്നെ കാണാം. ബൈ ബൈ.